കോവയ്ക്കകളൊന്നും പിടിയില്ല. എന്തോരം അരട്ടി ചേർത്താലും ഒരു റിസൾട്ടില്ലാത്തൊരു കറിയാത്. ഒരു വികാരമില്ലാത്ത കോവയ്ക്ക. പക്ഷെ കോവയ്ക്ക വേറെ കാര്യമുണ്ട്. എൻ്റെ വീട്ടിലിപ്പോൾ കോവയ്ക്ക ഒരു 3 എളുപ്പുണ്ട്. ഒരു ഇത്രച്ചും എളുപ്പുണ്ട് ഒരു കോവയ്ക്ക. ഇനി വേറൊരു ഇത്തതമ്മ പറഞ്ഞത് വലിയ കോവയ്ക്ക 3 എണ്ണം മതി കറി വയ്ക്കാൻ. ഒരു 3 എണ്ണം കോവയ്ക്ക അരിഞ്ഞ് കഴിഞ്ഞാൽ 4 പേർക്ക് തോരൻ വയ്ക്കാം. ഇത് പൊരിക്കണം. കോവയ്ക്ക പൊരിച്ചു വന്നിട്ടുണ്ട. നമ്മൾ ഈ തോരൻ വെച്ചാലോ അല്ലെങ്കിൽ ചാറ് വെച്ചോ അങ്ങനെ കാണിച്ചാലോ ഇത് റിസൾട്ടില്ലാത്ത. കോവയ്ക്ക ശരിക്കും ഒരു കാര്യം ചെയ്യണം. കോവയ്ക്ക ഒന്ന് ചെറുതായിട്ട് കീറിയിട്ട് വെയിലത്ത് വെച്ചിട്ട് വെള്ളം വലി, അത് ഉപ്പും ഒരു ശകല എരിവ് എന്തെങ്കിലും ഒരു മുളകും പരച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളമില്ലേ അതിനകത്ത് പറ്റിയിട്ട് ഇങ്ങനെ എല്ലാം കൂടി കൊണ്ട് കൊള്ളിട്ട് മുറത്തിൽ വെച്ചിട്ട് ശരിക്കും ഇങ്ങനെ ഒന്ന് ഞെരിയണം. എന്നാൽ ഒരു ഞെരിഞ്ഞു പോരുത്. ഒരു വഴാതെ ഒരു പരുവല്ലേ എല്ലാം പിടിച്ചു. അത് വറുത്ത് നോക്കി ഇനി എന്നും കോവയ്ക്ക് വറുത്തു ഭയങ്കര ടേസ്റ്റാണ്. കോവയ്ക്ക വറുത്ത് ഉപ്പും ഇച്ചിരി മുളകോ ഇതിന് കുരുമുളകോ നമ്മുടെ കുക്കമ്പറിനൊക്കെ ചേർക്കും. ഒന്ന് വറുത്ത് നോക്കി മറ്റേ എണ്ണയിലേക്ക് ഇട്ടിട്ട് വലി ഒന്ന് ഞെളിയുമ്പോഴത്തേക്ക് എടുത്ത് തരും. ചൂടുകൂടി പറക്കുന്നത്